സത്യവും നീ മാത്രമേ. നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. സ്നേഹത്തിൻ ഇടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. സുഭാഷിതം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നെഴുതിയിരിക്കുന്നു. ആൻഡ് ദ ലോർഡ് ആഡഡ് ടു ദ ചർച്ച് ഡെയിലി ദോസ് ഹു വെയർ ബീയിങ് സേവ്ഡ്. ഈ വാക്യത്തിൽ നിന്നും സഭയോട് ചേരുന്നത് രക്ഷിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുന്നു. ഈ വാക്യത്തിൽ ഊന്നൽ കൊടുത്ത് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവരാരാണെന്നും രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവരെ യേശു കർത്താവാണ് സഭയോട് ചേർക്കുന്നത്. അതിന്റെ മുഖാന്തരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അധ്യായത്തിന്റെ ആരംഭത്തിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് അവർ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കർത്താവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് 120 പേരടങ്ങുന്ന ഒരു സംഘം യെരുശലേമിലുള്ള ഒരു മാളിക മുറിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെസഹായ്ക്ക് 50 ദിവസങ്ങൾക്ക് ശേഷം ആഘോഷിക്കുന്ന ഒരു യഹൂദ പെരുന്നാളായിരുന്നു ഇത്. അന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് അവിടെ ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു പോയി. ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് പ്രവാചകന്മാർ അരുളി ചെയ്തിരുന്നതും മശിഹായുടെ വരവിനെക്കുറിച്ചും ഭൂമിയിലെ ജീവിതവും ക്രൂശീകരണവും സ്വർഗാരോഹണവും വിവരിച്ചു പറഞ്ഞുകൊടുത്തു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് 7 അടിസ്ഥാന ഉപദേശങ്ങൾ നൽകുന്നു. അത് അന്നുള്ള യഹൂദ ജനങ്ങൾക്ക് മാത്രമല്ല, വരുവാനുള്ള തലമുറയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് 39-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. യേശുവിൽ വിശ്വസിക്കാൻ പോകുന്ന ജനങ്ങൾക്കും കൂടിയുള്ള അടിസ്ഥാനപരമായ ഉപദേശമാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. അത് അർത്ഥമാക്കുന്നത് സേവ് യുവേഴ്സൽസ് ഫ്രം ദിസ് കറപ്റ്റ് ജനറേഷൻ എന്നാണ്. പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. മാനസാന്തരപ്പെട്ട് പാപത്തിന്റെ മോചനത്തിനായി യേശു കർത്താവിൽ വിശ്വസിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വക്രതയുള്ള തലമുറയിൽ നിന്ന് വിശുദ്ധ ജീവിതം നയിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്വീകരിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നവരാണ് രക്ഷിക്കപ്പെട്ട സഭയുടെ അംഗങ്ങൾ. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ഇന്നും കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു.
ഈ സഭയെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതിനായി അവിടുന്ന് വേഗം വരുന്നു. സഭ യേശു കർത്താവിൻ്റെതാകുന്നു. ഈ സഭയുടെ അംഗങ്ങളാകുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് മുൻപ് പറഞ്ഞ 7 അടിസ്ഥാന ഉപദേശത്തിൽ നിലനിന്ന് കർത്താവിനോടൊപ്പം ആ നിത്യരാജ്യത്തിൽ നമുക്കും പോകാം. അതിന് ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു